അഭിലാഷേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ ശരിക്കുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയും, ഇതിനു മുകളിലേക്കാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് റീസൺ ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിയിലേക്ക് വോട്ട് കേരളത്തിൽ വരാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ മത്സരം നടക്കുന്നു. മത്സരം നടക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാവും. അപ്പോൾ മറ്റൊരാൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ വോട്ടറാണെങ്കിൽ പോലും പോളിംഗ് ബൂത്തിലെത്തുന്ന സമയത്ത് ഞാനിവിടെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാരണത്താൽ മാറി ചിലപ്പോൾ ഇടതുപക്ഷ വിരുദ്ധത കൊണ്ടോ അല്ലെങ്കിൽ വലതുപക്ഷ വിരുദ്ധത കൊണ്ടോ വോട്ടിങ് പോകാനുള്ള, വലതുപക്ഷ സ്ഥാനാർത്ഥിയോടുള്ള വിരുദ്ധത കൊണ്ടോ വോട്ടിങ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ 15% വോട്ട് കിട്ടിയിരുന്ന സമയത്ത് പോലും ബി.ജെ.പിക്ക് അല്ല, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല മണ്ഡലങ്ങളിലും, ഇപ്പോൾ കണ്ണൂർ പോലെയുള്ള പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ പോലും ശബരിമല വിഷയത്തിലെ വികാരം കാരണം നമുക്ക് ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ CPM ജയിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ പരിചയമുണ്ട്. ഞാൻ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പി എങ്ങനെയാണ് മുമ്പോട്ട് പോകുകയെന്ന് അവരോട് നമ്മൾ തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 15% ബി.ജെ.പിയുടെ ആക്ച്വൽ പൊസിഷൻ അല്ല. പക്ഷേ ഈ പറഞ്ഞ ശബരിമലയില്ല, മറ്റൊരു ഘടകവുമില്ല. ബി.ജെ.പി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി 35 സീറ്റ് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അന്ന് ഈ പറയുന്ന ഒരു ഘടകവുമില്ല. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അഭിലാഷേ. അതായത് ഇപ്പൊ 2019 മാത്രമല്ല ശബരിമല വിഷയം മാത്രമല്ല, 2016 NDAക്ക് ഏതാണ്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി NDAക്ക് ഏതാണ്ട് 15%-ലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. 2015 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 15%-ലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മേഖലയ്ക്ക് ചുറ്റും കിടന്ന് ബി.ജെ.പി അല്ലെങ്കിൽ NDA കറങ്ങുന്ന ഒരു സാഹചര്യം കാലങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിലധികം മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ വോട്ടർമാരിൽ ജനിപ്പിക്കുന്നതിന് ബി.ജെ.പിയുടെ ശക്തമായ ക്യാമ്പയിൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നു, 2.5 ലക്ഷം വോട്ട് പിടിച്ചോ. ആറ്റിങ്ങൽ ഒരു പൊട്ടൻഷ്യൽ മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആൾക്കാർക്കൊരു ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല കാട്ടാക്കട പോലെയുള്ള മണ്ഡലങ്ങൾ അതിൻ്റെ അകത്താണ്, അത് ശക്തമായിട്ട് ബി.ജെ.പിക്ക് വോട്ട് ബേസ് ഉള്ളതാണ്. ആറ്റിങ്ങൽ നിയമസഭയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് ബി.ജെ.പിയാണ് 2ാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതാരും കാണുന്നില്ല. ബി.ജെ.പിയാണ് അവിടെ 2ാം സ്ഥാനത്തുള്ള. കഴിഞ്ഞ നിയമസഭയിലും അതിന് തൊട്ടുമുമ്പുള്ള നിയമസഭയിലും ബി.ജെ.പിയാണ് അവിടെ 2ാം സ്ഥാനമുള്ള. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ബി.ജെ.പി അവിടെ 2ാം സ്ഥാനമാണ്. അപ്പോൾ ബി.ജെ.പിക്ക് അടിസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ബി.ജെ.പി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പയിൻ കുറച്ചുകൂടി വലുതായപ്പോഴേക്ക് ഇപ്പോൾ വി മുരളീധരൻ വന്നു. അദ്ദേഹം 2 കൊല്ലം അവിടെ കാര്യമായിട്ട് നിന്നു, പണിയെടുത്തു. ആൾക്കാരുടെ ഇടയിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടലുകൾ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന നിലയത്തിലേക്ക് കാര്യം പോയി. തുച്ഛമായ വോട്ടുകൾക്ക് 16,000 വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് അവിടെ, ഓൾമോസ്റ്റ് 3 ലക്ഷം അവിടെ തൊട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 25% വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2014 മത്സരിക്കുന്ന സമയത്ത് ഒരു 1.25 ലക്ഷം വോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പെട്ടെന്നൊരു സമയത്ത് 25% വോട്ട് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് പാൻ കേരള തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ണൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഒരു പാർലമെന്റാണ്. ഈ പറയുന്ന ശക്തമായ ശബരിമല വികാരം പോലുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ പോലും 65,000-67,000 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നോക്കി ഇത്തവണ 1,20,000-ഓട് അടുത്ത് 1,19,000 പ്ലസ് വോട്ട് അവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ബി.ജെ.പിയുടെ പൂർണ്ണമായ വോട്ടുകൾ കണ്ണൂരിൽ ബി.ജെ.പിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടറുകൾ ഉള്ളതുകൊണ്ട് ആന്റി CPM ഫാക്ടർ ഉണ്ട്, അവിടെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട്. പല അനുഭാവികളെ എനിക്കറിയാം, പാർട്ടി പ്രവർത്തകരല്ലേ പറഞ്ഞത്, പല അനുഭാവികളെയും CPM വിരുദ്ധത ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അവർ ഒരു പക്ഷേ പ്രോപ്പറായിട്ടുള്ള ബി.ജെ.പിക്കാരായിരിക്കില്ല. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന വളരെ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ വോട്ടും ഇത്തവണ പോയിരിക്കുന്നത് കെ സുധാകരനിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ബി.ജെ.പി ജയിക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ്. അല്ലാണ്ട് ബി.ജെ.പിക്ക് ഇവിടെ വോട്ടില്ലാത്തത് കൊണ്ടോ ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ ബി.ജെ.പിക്ക് വിരുദ്ധരായതുകൊണ്ടോ അല്ല. ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നു, അദ്ദേഹം 5 വർഷം നിന്നു, അദ്ദേഹം ജയിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം വന്നപ്പോൾ ജനം മെയ് മറന്ന് ജാതി മത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ. ഇപ്പോൾ അതാണ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൂർദ് മാതാവിന് നന്ദി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുരേഷ് ഗോപി പോലും അയച്ച ആ തലത്തിലേക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് വോട്ട് വരും. ശരി, ഓക്കെ. അല്ല, തൃശ്ശൂരിൽ വ്യക്തിപ്രഭാവത്തിനും ഒരു വലിയ റോൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്.